എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞത് ഒരു ബാക്ക് ഓപ്പൺ പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ 38 ഇഞ്ച് ചെസ്റ്റ്, 34 ഇഞ്ച് ഇടുപ്പ്, ഇതിന് പറ്റിയ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അളവുകളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തന്നെ അത് ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനപ്പെട്ട അളവുകളൊക്കെ കുറിച്ചെടുക്കുക. നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അധികം സമയം കളയുന്നില്ല. എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് തുണി ഒന്ന് ലെവൽ ചെയ്യാൻ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് കൊടുക്കണം. ഈ മാർക്കിന് ശേഷം നമ്മൾ ഇതിന് കൊടുക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് ഇറക്കം തുല്യമായി തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. കുറച്ചും കൂടെ വൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 15 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. 15 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്. 15 ഇഞ്ച് രണ്ടിടത്ത് നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും മടി കാണിക്കില്ല. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. കൂടാതെ തന്നെ ഇതുപോലെ തന്നെ ഒരു വരയും കൊടുക്കും. ഇനി നമുക്ക് ഹുക്കൊക്കെ വെക്കാനായിട്ട് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഈ തേര് പീസ് തള്ളിയിട്ട് ഒരു 1/4 ഇഞ്ച് ഹുക്ക് വെക്കുന്നതിനുള്ള തയ്യൽ തുമ്പാണ്. പ്രത്യേകം ഓർക്കുക, ഇവിടെ തയ്യൽ തുമ്പ് തള്ളി, ഈ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് തള്ളി, ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ്, ഈ 3 ഭാഗത്തുള്ള തയ്യൽ തുമ്പ് മറക്കാതെ തള്ളണം. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/6 ഷോൾഡർ നമുക്ക് 6 ഇഞ്ച് 6.25 6 ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുത്താൽ മതി. 6 ഇഞ്ച് ഷോൾഡർ തള്ളി, ഇവിടെയും 6 ഇഞ്ച് തള്ളി, സെയിം കൈക്കുഴിയും നമ്മൾ 6 ഇഞ്ച് കൊടുക്കും. ഇത്രയും കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൃത്യമായി തന്നെ 6 ഇഞ്ച് കൈക്കുഴിക്ക് നമ്മൾ എത്ര കൊടുത്തു അതിൻ്റെ സെൻട്രലിൽ ഒരു മാർക്കും കൊടുത്ത് 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ 12 ഭാഗത്തിൽ 1/4 ഇഞ്ച് കുറച്ച് നമുക്ക് 3 ഇഞ്ച് വൈഡ് കൊടുക്കും. നെക്കിന് 3 ഇഞ്ച് തുല്യമായി തന്നെ ഇങ്ങനെ വരച്ചു. 8.25 ഇഞ്ച് തീർന്ന് കിട്ടേണ്ടതാണ്. 8 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു. ഇതും നമ്മൾ ഇതുപോലെ തന്നെ ക്രോസിൽ സ്ക്വയറിൽ വരയ്ക്കണം. ഇത്രയും ഭാഗം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 38 കൂടെ 4 കൂടെ ചേർത്ത് 42. ഒന്നും കൂടെ ഓർക്കുന്നു, ചെസ്റ്റ് വണ്ണം 38ആണ്. 38 കൂടെ 4 കൂടെ ചേർക്കുമ്പോൾ 42. 42ൻ്റെ 4 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. 34 നമുക്ക് ഇടുപ്പ് വണ്ണം. 34 ആകുമ്പോൾ നമുക്ക് 8.5 കൂടെ 3/4 ഇഞ്ച് ബാക്ക് ടാറ്റും കൂടെ കൂട്ടി 9.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇത് തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കറക്റ്റ്. അപ്പോൾ 8.5 നമുക്ക് 34ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ, അപ്പോൾ 8.5-ൽ 3/4 ഇഞ്ച് തള്ളിയിട്ട് 4.25 ഇഞ്ച് ബാക്ക് ഡാറ്റിൻ്റെ വീതി കൊടുക്കണം. 4 ഇഞ്ച് ബാക്ക് ഡാറ്റിനും കൊടുക്കണം. ബാക്ക് ഡാറ്റിൻ്റെ നീളമാണ് മേലോട്ടുള്ളത് 4 ഇഞ്ച് ബാക്ക് ഡാറ്റ്. എന്നിട്ട് കറക്റ്റായിട്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കുക. അപ്പോൾ കൈക്കുഴി നമുക്ക് തീർന്ന് കിട്ടേണ്ട അളവ് 8.5 ഇഞ്ചാണ്. അത് നോർമലിൽ ഒന്ന് നമ്മൾ അളന്ന് നോക്കിക്കോണം. അതിന് ശേഷമേ ഉള്ളൂ നമ്മൾ വെട്ടാവുള്ളൂ. അത് ആ കൈ വെട്ടുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് പറഞ്ഞു തരാം. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഈ പോയിൻ്റ് നമുക്ക് 2 പടിയിലും വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നോക്കിയിരിക്കുക. ബാക്ക് നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇതേ മോഡലിലുള്ള ഷേപ്പാണ് ബാക്ക് നെക്ക്. ഇത്രയും ഭാഗം നിങ്ങൾ ബുക്കിൽ കുറിച്ചിടുക. മനസ്സിലായി? നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം.
നെക്കിൻ്റെ വിത്ത് 12 ഒരു ഭാഗത്തിൽ 4 ഇഞ്ച് കുറച്ചാണ്. അതും കൂടെ എഴുതി വെക്കുക. നെക്കിൻ്റെ വൈഡ് കേട്ടോ. കട്ട് ചെയ്യാം. ഇതേ ഷേപ്പിൽ തന്നെ കൈക്കുഴി കട്ട് ചെയ്യണം. ഇപ്പം ഏകദേശം നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് റെഡി ആയിരിക്കണം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ സെൻട്രൽ ഒരു മാർക്ക് കൂടെ കൊടുത്തോണം. ഫ്രണ്ട് വെട്ടുമ്പോൾ നമുക്ക് ഇട്ട് വെട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു തുല്യത നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ അളവിൽ നിന്നും 1/2 ഇഞ്ച് താത്ത ഒരു മാർക്ക് കൊടുക്കണം. ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ബാക്ക് ഓപ്പണ് വേണ്ടി ഹുക്കിൻ്റെ തിരയൊക്കെ തയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു 4 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ 4 ഇഞ്ചും നമ്മൾ തള്ളി മാർക്ക് ചെയ്യണം. ഇത്രയും ഭാഗം പ്രത്യേകം നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണം. ഇനി മാർക്ക് ചെയ്യുന്നത് കാണിക്കാം. 3/4 ഇഞ്ച് ഈ ഭാഗത്ത് തള്ളണം. ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് ഡാട്ടിന് തള്ളിയിട്ടുണ്ട്. ആ ഡാട്ടിൻ്റെ കുറച്ചിട്ട് 3 ഇഞ്ച്, ആ 3/4 ഇഞ്ച് കുറച്ചിട്ട് ഫ്രണ്ട് പീസ് ഇവിടെ തള്ളണം. 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ 3/4 ഇഞ്ചും ഇവിടെ 3/4 ഇഞ്ച് ഡാട്ട് കുറച്ചിട്ടുള്ള അളവിൽ നിന്നും 3 ഇഞ്ച്. അത് പ്രത്യേകം ഓർത്തോണം. ഇത് തമ്മിൽ ഇങ്ങനെ വരച്ചിട്ടിട്ട് 1/2 ഇഞ്ച് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യണം. താത്ത ഇവിടെയും മാർക്ക്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ഇത് തന്നെ സ്കെയിൽ വെച്ച് ലെവലിൽ വരച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും താത്തിട്ട് 5.5 ഇഞ്ചാണ് തീർന്ന് കിട്ടുന്നത്. അപ്പം 5.25 നമ്മൾ സ്ക്വയർ വരയ്ക്കും. സ്ക്വയർ വരച്ചിട്ട് ഇതേ ഷേപ്പിൽ തന്നെ ബാക്ക് നെക്കിൻ്റെ ആ ഷേപ്പ് കൊടുത്ത പോലെ തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബുക്കിൽ ഇതുപോലെ കുറിച്ചിടുക. കുറിച്ചിട്ടിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കുറിച്ചിടണം. ഫ്രണ്ട് നെക്ക് അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കണം. മുക്കാലിഞ്ച് ഈ ഭാഗത്ത് തള്ളിയിടുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടി നമുക്കുള്ളതാണ്. ജോയിൻ്റ് ചെയ്യുമ്പോഴുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളത്. ഇനി ഈ ബാക്ക് പീസ് നമുക്ക് എടുത്തു മാറ്റണം. ബാക്ക് പീസ് എടുത്തു മാറ്റണം. 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും തള്ളി 1/2 ഇഞ്ച് ഈ ഭാഗത്തും തള്ളിയിട്ട് 11 ഇഞ്ച് ഡാട്ട് മാർക്ക് ചെയ്യണം. 11 ഇഞ്ച്. ഈ സൈഡിൽ 4.25 ഇല്ലെ 4.5 തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ഇവിടെ തന്നെ ഈ അളവിൽ നിന്നും ആദ്യം ഒരു മാർക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഒരു മാർക്ക് ചെയ്തിട്ട് 3/4 ഇഞ്ച് ഇവിടെ, അതായത് ഇവിടെ 4.5 നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്നും 3/4 ഇഞ്ച് കുറച്ച് 3.25 കൃത്യമായി തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു വര ഇതിൽ തന്നെ കൊടുത്തേക്കണം. അതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൽ എങ്ങനെ വരച്ചോ അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴി ഇവിടെയും നമ്മൾ വരച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ളൂ നമുക്ക് സെൻറ്റർ ടു. ബാക്കി നമ്മൾ കൈക്കുഴി വെട്ടാൻ നേരം വരച്ച പോലെ തന്നെ സെൻറ്റർ നമ്മൾ വരയ്ക്കണം. കണ്ടോ? എന്നിട്ട് ഈ 4.25 നിന്നും ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ കട്ടിൻ്റെ ഈ ജോയിൻ്റ് നമുക്ക് പോകുന്നത്. ഇവിടുത്തെ ഈ ജോയിൻറ്റിനാണ് 3/4 ഇഞ്ച് ഈ ഭാഗത്ത് തള്ളിയത്. ഇതാണ് നമ്മൾ ഈ ജോയിൻറ്റ്. നമുക്ക്
തയ്യൽ തുമ്പ് നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കപ്പ് സൈസിന് നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ഈ തയ്യൽ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് എത്ര വരും? 3/4 ഇഞ്ച് കപ്പ് സൈസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾ എത്രയാണ് വെട്ടേണ്ടത് എന്ന് വെച്ചാൽ 2.25 ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്ത് കളയണം. 2.25 ഇഞ്ച് എടുത്ത് കളയുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ തയ്യൽ തുമ്പും കൂടെ 2 സൈഡിൽ നിന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3/4 ഇഞ്ച് കുറയും. 3/4 ഇഞ്ച് കൂടെ കുറയുമ്പോൾ ഈ 2.25 3/4 3 ഇഞ്ച് കപ്പ് സൈസ് നമുക്കിവിടെ ഉള്ളു കിട്ടും. പ്രത്യേകം ഓർമ്മയിലിരിക്കുക. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. 3/4 ഇഞ്ച് ഇത് ജോയിൻ്റ് ചെയ്യുമ്പോൾ പീസ് കുറയും. പിന്നെ 2.25 ഇഞ്ചും കൂടെ തള്ളി നമ്മൾ ഈ മാർക്കിൽ നിന്ന് തള്ളി വെട്ടിയാൽ മതി. തള്ളി വെട്ടുമ്പോൾ എങ്ങനെ വെട്ടണം? 11 ഇഞ്ചിലേക്ക് ഈ മാർക്ക് പോകണം. ഇങ്ങനെയാണ് നമ്മൾ ഇതെടുത്ത് കളയുന്നത്. ഇപ്പം കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം കൃത്യമായി തന്നെ അത് ഓർമ്മയിലിരിക്കുക. പ്രത്യേകം ഓർത്തോണം. ഈ സ്ക്വയർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സെൻറ്റർ കിട്ടും. അപ്പോൾ ഡാർട്ടിൻ്റെ അളവുമായി സെൻറ്ററിൻ്റെ അളവായി. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 1/2 ഇഞ്ച് ഇവിടുന്ന് എടുത്ത് കാണണം ഇങ്ങോട്ട്. കാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കാണണം. 4 ഇഞ്ച് എടുത്താൽ മതി. പീസ് അടിച്ച് മറിക്കും. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതൊരു 1/2 ഇഞ്ച് ഇങ്ങനെ തന്നെ ഒരു ഓവൽ ഷേപ്പിലെടുക്കുക. ഇവിടെ നമുക്ക് ഒരു 4 ഇഞ്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. പ്രിൻസസ് കട്ടിൻ്റെ നമുക്ക് ഫ്രണ്ട് ഇത് ഓക്കെ ആയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പീസ് നമുക്ക് എടുത്ത് വിടണം. 3/4 ഇഞ്ച് താത്ത് എപ്പോഴും നമ്മൾ 1.25 ഇഞ്ച് താത്ത് 3/4 ഇഞ്ച് വരുന്ന പോലെ ഇത് തമ്മിലുള്ള ഫ്രണ്ട് പീസ് നമുക്ക് എടുത്ത് കളയണം. ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായി ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് ഫ്രണ്ട് എടുത്ത് കളയാം. 1/2 ഇഞ്ച് നിർബന്ധമായി തന്നെ എടുക്കണം. അപ്പം നമ്മുടെ ഫ്രണ്ടുമായി ബാക്ക് പീസുമായി. ഇനി നമുക്ക് വേണ്ടത് കൈ പീസാണ്. ഇനി കൈ നമുക്ക് വെട്ടാം. കൈ ആവശ്യത്തിന് ലൂസ് മടക്കി ഇട്ടിട്ട് 11 ഇഞ്ചാണ് നമ്മുടെ കൈ നീളം. അപ്പം ഇങ്ങനെ നമ്മളൊരു മാർക്ക് കൊടുത്തു. 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. പടി മടക്കി അടിക്കാനുള്ളത് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. 10 ഇഞ്ച് ഇവിടെ മാർക്ക്. അപ്പം 3/4 ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-ൽ1 ഭാഗം നമുക്കിങ്ങനെ താത്തു കൊടുക്കും. ഇതിങ്ങനെ ഒരു മാർക്ക് കൊടുത്തതിന് ശേഷം ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചാണ് നമുക്കിവിടെ കൈക്കുഴി തീർന്ന് കിട്ടുന്നത്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഈ സ്കെയിലിന് കൈക്കുഴിയുടെ സൈഡിലെ ഷേപ്പ് മാർക്ക് ചെയ്ത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും തള്ളണം. ഇതാണ് കൈയുടെ മാർക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും മാർക്കിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളിയിട്ട് ഇതെങ്ങനെ വെച്ച് നോക്കണം. നമ്മുടെ കൈക്കുഴി കറക്റ്റാണ്. കൈക്കുഴിയുടെ കണക്ക് ബോഡി വണ്ണത്തിൻ്റെ 4/1 1 ഇഞ്ച് കുറച്ച്. ഏത് ബോഡി വണ്ണമാണേലും അതിൽ 4 ഇഞ്ച് കുറച്ച്
അല്ല 1 ഇഞ്ച് കുറച്ച് അതിൻ്റെ 4/1 നമുക്ക് കിട്ടണം. ഇപ്പം 39 ആണെങ്കിൽ 38 ആണെങ്കിൽ നമുക്ക് 9.5. 9 നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 8.5 ഇഞ്ച് കൈക്കുഴി നമുക്ക് തീർന്ന് കിട്ടണം. അത് അളന്ന് നോക്കിയതിന് ശേഷമേ ഉള്ളൂ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. 1/4 ഇഞ്ച് ഒക്കെ ഒരു വ്യത്യാസം വന്നാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൈ വെട്ടാം. കൈ ഓക്കെ. ഇനി കൈയുടെ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടുന്നത് 1.25 ഇഞ്ച് ഇവിടുന്ന് തള്ളണം, 1.25 ഇവിടുന്ന് തള്ളണം. ഈ രണ്ടിൻ്റെയും അളവിൽ എത്രയാണോ 5.5 ഇഞ്ചുണ്ട്, 5.5 2.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കത്രി വെച്ച് തുടങ്ങി 3/4 ഇഞ്ച് ഇവിടെ ചേർന്ന് ഇങ്ങനെ പോകും. ഇതാണ് നമുക്ക് ഫ്രണ്ട് എടുത്ത് വെട്ടുന്ന അളവ്. ഇത് നമുക്ക് നോർത്ത് വേണേലും കൈയുടെ ഫ്രണ്ട് വെട്ടാം. പിന്നെ കൈ നോർത്തിട്ടിട്ട് ഇങ്ങനെ തന്നെ ഈ 1.25 എന്നുള്ളതിൽ ഇങ്ങനെ കൊള്ളിച്ച് ഈ സെൻട്രൽ നമുക്കൊരു 3/4 ഇഞ്ച് കൂടി പോകാതിട്ട്. ഇതാണ് കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന അളവ്. ഇപ്പം നമുക്ക് ബാക്ക് പീസ് ഓക്കെ ആയി. ഇത് 3/4 ഇഞ്ച് തന്നെ ഡാട്ട് കറക്റ്റ് ചെയ്ത് തന്നെ പിടിച്ചോണം. ബാഗ് ഓപ്പണുള്ള തയ്യൽ തുമ്പാണ് ഈ ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് പീസ്, ഫ്രണ്ടിൻ്റെ സൈഡ് പീസ്, ജോയിൻറ്റിനുള്ള സൈഡ് പീസ്, കൈ. ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതുപോലെയൊക്കെ കുറിച്ചിട്ടിട്ട് ഇതുപോലുള്ള മെഷർമെൻറ്റുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ തന്നെ ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാകുന്നു. താങ്ക് യു.